ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഞാൻ 2 ദിവസം വീഡിയോ ഒന്നും ഇടാതിരുന്നത് ഞാനിവിടെ ഇല്ലായിരുന്നു. എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ മുറ്റം ആകതാ ചവറെല്ലാം കയറി കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഒന്ന് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന്. അപ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങളെ എൻ്റെ മുറ്റമൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ മുറ്റം എന്തൊക്കെ ചെടികളുണ്ടെന്ന് കണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ശംഖുപുഷ്പം. ഇതിൽ 3 കളറുണ്ട്: വൈറ്റ്, വയലറ്റ്, പിന്നെ ബ്ലൂ. അങ്ങനെ 3 കളറുണ്ട്. പിന്നെ ഇത് അത്യാവശ്യം കുറച്ച് ചെടികളൊക്കെ എൻ്റെ മുറ്റത്തുണ്ട്. അതൊക്കെ ഒന്ന് കാണിച്ചു തരണേ. എന്നിട്ട് നമുക്ക് മുറ്റം തൂക്കാൻ വേണ്ടിയിട്ട് പോകാം. ഇത് കണ്ടോ? ഈ പൂവിന് നിങ്ങളുടെ വീട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയാമോ? ഇവിടെ പറയുന്നത് മാങ്ങാച്ചെടി എന്നാണ്. അങ്ങനെയാണോ എന്നറിയില്ല. അപ്പോൾ നമുക്ക് മുറ്റം തൂക്കാനായിട്ട് പോകാം. അപ്പോൾ ഇതാണ് എൻ്റെ മുറ്റത്തിൻ്റെ ഓവറോൾ വ്യൂ. ഇതന്നെ തുളസിത്തറയാണ്. പക്ഷേ തുളസി കരിഞ്ഞു പോയി. ഈ വേനലൊക്കെ ആയതുകൊണ്ട് 2 നേരം വെള്ളം കൊടുക്കും, എന്നാലും കരിഞ്ഞു പോയി. 2 ദിവസം വീട്ടിലില്ലായിരുന്നല്ലോ. അപ്പം ഞാൻ എന്താ ഈ പിറപ്പ് വെച്ചിട്ടാണ് മുറ്റം എല്ലാം അടിച്ചു വരാൻ പോകുന്നത്. ഇതിലാകെ ഒരു 10-50 പേർക്കിൽ കാണും. പക്ഷേ ഇതിന് തന്നെ 60 രൂപ കൊടുക്കണം. അപ്പം മുറ്റം അടിച്ചു വരാം. നിറയെ പൊടിയുണ്ട്, വേനലായതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് വേനൽ സമയത്തുള്ള എൻ്റെ മുറ്റമാണ് ഇഷ്ടം. മഴ ആയിക്കഴിഞ്ഞാൽ ആകെ ചെളിയൊക്കെ ആയി കിടപ്പുണ്ടാവും. വേനലായതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ. എന്തായാലും തൂത്തിട്ട് കാണാമേ. ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എന്നെ അറിയിക്കണം കേട്ടോ. ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. ഞങ്ങളുടെ വീട്ടിലൊരു ആഞ്ഞിലി മരമുണ്ട്. അതിലുള്ള കായാണ് അവിടെ കിടക്കുന്നത്. എനിക്ക് സീസണായി വരെയാണ്. അപ്പോൾ കുറേ കാണും. അപ്പോൾ ഇതവർ കൂടും. ഇതിൻ്റെ ചക്കയുടെ വേസ്റ്റ് എല്ലാം കാണും തൂക്കാനായിട്ട്. തൂത്തിട്ട് കാണാം. അങ്ങനെ ഞാൻ തൂത്ത് കഴിഞ്ഞു. ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് പറയണേ. അപ്പോൾ അതാണ് എൻ്റെ മുറ്റം. നല്ല സൂപ്പറായിട്ട് തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ മുറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേനലിൽ മാത്രം. എൻ്റെ വീട്ടിലെ പച്ചമുളക് 2 എണ്ണം കായ്ച്ചിട്ടുണ്ട്. നല്ല നീളമുണ്ട്. കുഞ്ഞു ചെടിയാണെങ്കിലും വലിയ പച്ചമുളകാണ് കായ്ച്ചത്. അപ്പോൾ അതെല്ലാം തൂത്ത് വാരി ഇതവിടെ വെച്ചിട്ടുണ്ട്. ജാതി മരമാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിലുണ്ടോ ജാതി മരം? നിറയെ കായുണ്ട്. ഇവിടെ ഈ അറ്റത്തൊരു കുഞ്ഞു കായുണ്ട്. തന്നെ അപ്പം ഞാൻ തൂത്ത് കൂട്ടിയിട്ടുണ്ട്. ഇത് തീയിട്ട് കളയണം. ഈ ചവറെല്ലാം കൂടെ തീയിടും. അപ്പം തീയിട്ടിട്ട് കാണാം. അപ്പോൾ ഞാനിത് കഥക്കിൻ്റെ തീപ്പെട്ടി എടുത്താണ് തീയിടാൻ പോകുന്നത്. നമുക്ക് പോകാൻ തീയിടെ. ന്യൂസ് പേപ്പർ എടുത്ത് അതിൽ കത്തിച്ച് വെച്ച് കൊടുത്താൽ ഇപ്പം സൂപ്പറായിട്ട് കത്തും. വീട്ടു ജോലികളുടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തൂത്തുവാരി തീയിടുന്നതാണ്. തൂത്തുവാരുന്നതിനേക്കാൾ ഇങ്ങനെ ചവറ് കൂട്ടി തീയിടുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇത് കത്തുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. തീ കത്തുന്നുണ്ട്. അപ്പോൾ ഈ തീ കത്തുന്നതിനനുസരിച്ച് ചവറ് തൂത്ത് കൂട്ടി കൊടുക്കണം. എന്നാലേ എല്ലാം കത്തി കിട്ടുള്ളൂ. അല്ലെങ്കിൽ കുറേ മിച്ചം കിടക്കും. അതേപോലെ ഞാൻ തൂത്ത് കൂട്ടി കൊടുക്കും. അങ്ങനെ ഫുള്ള് കത്തിച്ച് തീർക്കും.
കുറച്ച് സമയം എടുക്കും ഈ ജോലി, പക്ഷേ ഭയങ്കര എൻജോയ്മെൻ്റാണ് ഇത് കത്തിക്കാൻ. മഴയായാൽ ഇങ്ങനെ കത്തൂല, വേനലായതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് കത്തി കിട്ടുന്നത്. ഇത് മാത്രമല്ല, ഇല വീണ്ടും 2 ദിവസമായിട്ട് ഉണങ്ങി കിടക്കുന്നതുകൊണ്ട് കൂടെയാണ്. അങ്ങനെ കത്തിന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും, അപ്പോഴേക്ക് ഫുള്ള് കത്തും. ഇത് ഫുള്ള് കത്തിക്കഴിഞ്ഞ് ഇപ്പോൾ ചാമ്പലായി മൊത്തം. ഇനി ഈ ചാമ്പലൊന്ന് തീയൊക്കെ അണഞ്ഞ് ചൂടൊക്കെ മാറി കഴിയുമ്പോഴേക്കും ഞാൻ ജാതിയിലെ മുകളിലോട്ട് തന്നെ എടുത്തിട്ട് കൊടുക്കും. അതോടും കൂടി ജോലിയെല്ലാം കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ.